ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വലേറിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേണിലേക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലാണ്, അതായത് ബ്രാസോ ദുപ്പട്ട വരുന്ന ഐറ്റംസ്. ഇത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ചെയ്തതെന്ന് പറഞ്ഞാൽ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഐറ്റംസ് ആയിരുന്നു. ജോർജറ്റ് ഫാബ്രിക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്രാവശ്യം നമ്മൾ ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനോട് കൂടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയൊക്കെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ ജോർജറ്റ് ഫാബ്രിക് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ ഫോട്ടോസ് അയച്ചു തരുന്നതായിരിക്കും. ഇത് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ ഈ ഒരു ബ്രാസോ ദുപ്പട്ട വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നെക്കോട്ട ഫാബ്രിക്കിൽ ഉൾക്കാരി വർക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും, ഓണം ആകുമ്പോഴത്തേനും പ്രോഡക്റ്റ് കിട്ടുമോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്ന്. ഓണത്തിലേക്ക് നിങ്ങൾക്ക് വേറെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഈ ഒരു ഐറ്റം ഒക്കെ ഡിസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് വിത്തിൻ 3 days നിങ്ങൾക്ക് കൈ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈമൊക്കെ ഉണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാം, ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാൻ. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ്. കൂടാതെ നമുക്ക് ചാനലിൽ ഗീവ് അവേ നടക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തും പർച്ചേസ് ചെയ്തും ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ആ ഒരു സെയിം കളറിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നമുക്ക് നല്ല ഷേപ്പിനൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതായിട്ട് വളരെ സിമ്പിളായിട്ട് യോക്ക് പോർഷൻ ഇതുപോലെ ഒരു പൊള്ളി ബട്ടൺ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതിനോടുകൂടി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ദുപ്പട്ട തന്നെയാണ്. ബ്രാസോ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ബോട്ടം വരുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1395. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. എല്ലാം നല്ല ഷെയ്ഡ്സുകളാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രേപ്പ് കളറിലേക്കാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് സിൽക്കാണ് ഫാബ്രിക്. യോക്ക് പോർഷൻ ഓൺലി ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ലെങ്ത്തിലും വിത്തിലും വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്രാസോ ദുപ്പട്ടയാണ്. ആ ഒരു സെയിം കളർ ടോണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ടയിൽ നല്ല ആ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. സെയിം കളർ ടോണിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. 1395 ആണ് പ്രൈസ് വരുന്നത്. അടുത്തത് നേവി ബ്ലൂ. നേവി ബ്ലൂ ഒക്കെ ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്യണമെങ്കിൽ നമുക്ക് ലീൻ ലുക്ക് കിട്ടും. കാരണം ആ ഒരു കളറിന് തന്നെ നമുക്കൊരു ഒതുക്കം തോന്നുന്നൊരു കളറാണ്. അതിനോടുകൂടി യോക്കിൽ വളരെ സിമ്പിളായിട്ട് പോളി ബട്ടൺ വരുന്നു. ഇതെല്ലാം ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ്. കളറിലാണ് ഡിഫറൻസ് വരുന്നത്. സെയിം കളർ ടോണിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ബ്രാസോ ദുപ്പട്ടയാണ്. ദുപ്പട്ടയാണ് ഇതിലെ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ബോട്ടവും സെയിം കളർ ടോണിലേക്ക് 1395 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൂ ഗ്രീൻ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. എനിക്കൊന്നൊരു റെഡ് ഷെയ്ഡ് എന്നും പറയാം. അതിലും ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ ഓൾഡി ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ ആ ഒരു ഗ്രീൻ കളറിൽ ബ്രാസോ ദുപ്പട്ടയാണ്. ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ ടോണിലേക്ക് തന്നെയാണ്. റേറ്റ് വരുന്നത് 1395. നെക്സ്റ്റ് വൺ മറ്റൊരു പാറ്റേണിലേക്കാണ് വന്നിരിക്കുന്നത്. ഫാബ്രിക് വരുന്നത് സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത്. കൂടാതെ ഫ്രണ്ട് പോർഷനിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സെമി സിൽക്ക് ഫാബ്രിക്കിൽ ബോട്ടം അവൈലബിൾ ആണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്ന സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലായിട്ടാണ്. സ്കാലപ്പ് വർക്ക് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1595. നെക്സ്റ്റ് വൺ കളർ ചേഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ വന്നിരിക്കുന്നത്. നല്ല അങ്ങനെയുള്ള ഒരു പിങ്കിൻ്റെയും ഗ്രീൻ്റെയും ഒക്കെ കൂടെ കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ സ്കാറ്റേർഡ് ആയിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് ബോഡി പോർഷൻ ഫ്രണ്ട് പോർഷനിൽ വരുന്നുണ്ട്. ബോട്ടം സെയിം കളറിലേക്ക് വരുന്നു. നല്ല ഭംഗിയുള്ള ഓർഗൻസിൽ വന്നിരിക്കുന്ന സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. അതിലും വർക്കുകളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. 1595 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ബ്ലൂവിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്കാണ് വരുന്നത്. ഇതൊരു റയർ ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു ഐറ്റം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഈ ഒരു എന്താ പറയുക, റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് യോക്ക് പോർഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാം. ഓൺ ഒക്കേഷനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയും നല്ല റിച്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കാലപ്പ് വർക്കൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1595 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ പിങ്ക് ഷെയ്ഡാണ്. അതും പിങ്കിൻ്റെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡിലേക്ക് നമ്മുടെ ഫേസിനൊക്കെ ഫെയർനെസ് കിട്ടുന്ന ആ ഒരു കളറിലേക്കാണ്
വന്നിരിക്കുന്നത്. യോക്ക് പോർഷൻ ഇതുപോലെ വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സെമി സിൽക്കിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്ക്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ 1595 ആണ് പ്രൈസ് വരുന്നത്. അത് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നെറ്റ്കോട്ട ഫാബ്രിക്കിലേക്കാണ്. ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്ക് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺ ഒക്കെ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓണം ആ ഒരു ഒക്കേഷനിലേക്ക് വെയർ ചെയ്യാൻ പറ്റിയതായിട്ടാണ്. കൂടാതെ മറ്റു ഒക്കേഷൻസിന് നമുക്ക് വെയർ ചെയ്യാം. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ ഫുൾക്കാരി വർക്ക് വരുന്നുണ്ട്. അതിനോട് കോമ്പിനേഷനായിട്ട് ഒരു റെഡ് ഗ്രീൻ കളറിലെ എംബ്രോയിഡറി വർക്ക് വരുന്നു. ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു സെയിം കളർ ടോണിൽ തന്നെയാണ്. നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് വൺ സൈഡ് വരുന്നു. സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ എംബ്രോയിഡറി വർക്കും അതുപോലെ ലേസ് വർക്കും വരുന്നുണ്ട്. വർക്കിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് പോലെയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് റെഡ് കളർ കോട്ടൺ ഫാബ്രിക്. റേറ്റ് വരുന്നത് 1695. ഇനി ഇതിൻ്റെ കളർ ചേഞ്ച്, അതായത് ബേസിക് കളർ ഓഫ് വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ ഫ്ലവറിൻ്റെ കളറിലായിരിക്കും ചെറിയ ഡിഫറൻസ് വന്നിരിക്കുന്നത്. നെറ്റ്കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. എംബ്രോയിഡറി വർക്കും ഫുൾക്കാരി വർക്കും വരുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നത് ആ ഒരു നെറ്റ്കോട്ട ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും അതുപോലെ ലേസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ടോപ്പിലെ ആ ഒരു വർക്കിൻ്റെ കളർ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയായിരിക്കും ദുപ്പട്ടയിലും എംബ്രോയിഡറി വർക്കിലേക്ക് വന്നിരിക്കുന്നത്. പിങ്ക് കളർ ബോട്ടം. 1695 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ സെയിം ബേസിക് കളറിലേക്ക് തന്നെ ഓഫ് വൈറ്റിൻ്റെ ഷെയ്ഡിലേക്ക് തന്നെയാണ് വരുന്നത്. ഓണം പോലെയുള്ള ഒരു ഒക്കേഷൻ എന്തായാലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അതിൽ ഗ്രീൻ ഗ്രേ കോമ്പിനേഷനിലേക്കാണ് എംബ്രോയിഡറി വർക്കുകൾ വരുന്നത്. കൂടാതെ ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. നല്ല ഭംഗിക്ക് ആ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. കൂടാതെ ലേസ് വർക്ക് വരുന്നുണ്ട്. ബോട്ടം ഒരു ഗ്രേ കളറിലേക്ക് വരുന്നു. റേറ്റ് വരുന്നത് 1695. അടുത്തതും നെറ്റ്കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. മസ്റ്റാർഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലേക്കാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. കൂടാതെ ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്കും വരുന്നുണ്ട്. നെറ്റ്കോട്ടയിൽ തന്നെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് കൊണ്ടാണ് വൺ സൈഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ലേസ് വർക്കും വരുന്നു. ഒരു മസ്റ്റാർഡ് ഒക്കെ ഷെയ്ഡിലേക്ക് ബോട്ടം വരുന്നു. കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത്. റേറ്റ് 1695. അടുത്തത് എനിക്ക് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറ്റ്കോട്ട തന്നെയാണ് ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്കാണ്. യോക്കാണെങ്കിലും ഒരു മൾട്ടി കളർ പിങ്കിൻ്റെയും ബ്ലൂവിൻ്റെ ഒക്കെ ഷെയ്ഡിലേക്ക് നല്ല റിച്ച് ആയിട്ട് ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ ബാപ്റ്റിസം പോലെയുള്ള ഒക്കേഷന് കളർ കോഡായിട്ടൊക്കെ ഓഫ് ആയിട്ട് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു ഒക്കേഷനൊക്കെ എന്തായാലും നല്ല എലഗൻ ലുക്കിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ചുരിദാർ മെറ്റീരിയലാണ്. നെറ്റ്കോട്ടയിൽ തന്നെയാണ് ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെ സൈഡ് നോക്കി നല്ല സ്കാലപ്പ് വർക്കും അതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സ്കാറ്റേർഡ് ആയിട്ട് ചെറിയ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നു. ബോട്ടം വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലേക്ക് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ്. റേറ്റ് വരുന്നത് 1695. അടുത്തതും സെയിം പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. ഓഫ് വൈറ്റിലാണ് വരുന്നത്. നെറ്റ്കോട്ട ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്കോട്ടയുടെ ഫാബ്രിക്കിലേക്ക് നല്ല ലെങ്ത്തിലും വെയ്ത്തിലും വന്നിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് യോക്ക് പോർഷനിൽ വരുന്നത്. നമുക്ക് ഓണം ഒക്കേഷന് കുർത്തീസോ അല്ലെങ്കിൽ സാരീസൊക്കെ വെയർ ചെയ്യാൻ മടിയുള്ളവർക്ക്, ചുരിദാർ മെറ്റീരിയൽ അല്ലെങ്കിൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് മാത്രം വെയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാലപ്പും അതുപോലെ എംബ്രോയിഡറി വർക്കും ചെയ്ത ദുപ്പട്ട വരുന്നു. ഒരു പീച്ച് ഷെയ്ഡിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത്. 1695 ആണ് പ്രൈസ് വരുന്നത്. അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ്. ആ ഒരു യോക്ക് പോർഷനിലെ എംബ്രോയിഡറി വർക്കിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് അതിനോടുകൂടി നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ആ വർക്കിൽ ചേഞ്ച് ഉണ്ടാവും. അതുപോലെ കളറിൽ ബോട്ടത്തിൻ്റെ കളറും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരിക. ദുപ്പട്ട നെറ്റ്കോട്ട ഫാബ്രിക് എംബ്രോയിഡറി വർക്ക് സ്കാലപ്പ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ്. 1695 ആണ് പ്രൈസ് വരുന്നത്. ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ലാവൻഡറിൻ്റെ ഒക്കെ കോമ്പിനേഷനിലേക്കാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ മിക്സിലേക്ക് ആ ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഓഫ് വൈറ്റാണ് ഷെയ്ഡ്. നെറ്റ്കോട്ടയാണ് ഫാബ്രിക് വരുന്നത്. ഫുൾക്കാരി വർക്കും എംബ്രോയിഡറി വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ സ്കാലപ്പ് വർക്കും അതുപോലെ എംബ്രോയിഡറി വർക്കും വരുന്നു. ബോട്ടം വന്നിരിക്കുന്നത് ലാവൻഡർ ഷെയ്ഡിലേക്ക്. 1695 ആണ് പ്രൈസ് വരുന്നത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ്. ഗീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു.